കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറവിലങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 7-ന് കുറവിലങ്ങാട്ട് ഹർത്താൽ ആചരിക്കും. കുറവിലങ്ങാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും അടിക്കടിയുണ്ടാകുന്ന വൈദ്യുതി മുടക്കം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താൽ ആചരിക്കുന്നത്. കുറവിലങ്ങാട് ടൗണിലെ വൈദ്യുതി മുടക്കം പരിഹരിക്കുന്നതിനായി വൈദ്യുതി ബോർഡ് 2.5 വർഷങ്ങൾക്ക് മുമ്പ് 11 kV ലൈൻ സ്ഥാപിച്ച് വൈദ്യുതി വിതരണം നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായി വൈദ്യുതി ബോർഡ് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വ്യാപാരി വ്യവസായ സമിതി ആരോപിക്കുന്നു. BSNL അധികൃതരുടെ അനാസ്ഥ മൂലമാണ് പുതിയതായി സ്ഥാപിച്ച 11 kV ലൈൻ ചാർജ് ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ ആക്ഷേപമുന്നയിക്കുന്നത്. വൈദ്യുതി ലൈനുകൾ കടന്നുപോകേണ്ട ഇടങ്ങളിൽ ക്രോസ് ചെയ്തു വലിച്ചിരിക്കുന്ന ടെലഫോൺ കണക്ഷനുകളുടെ ലൈൻ ഒഴിവാക്കി പ്രത്യേക കേബിൾ സംവിധാനം സ്വീകരിച്ചാൽ മാത്രമേ പുതിയതായി വലിച്ച പ്രത്യേക ഫീഡർ ചാർജ് ചെയ്യുന്നതിന് കഴിയൂ എന്നുള്ളതാണ് KSEB അധികൃതർ വ്യക്തമാക്കുന്നത്. BSNLന്റെ കേബിൾ സംവിധാനം അഴിച്ചുമാറ്റി വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ സാമ്പത്തിക ചെലവുകൾ KSEBയാണ് വഹിക്കേണ്ടത്. KSEBയുടെ 11 kV പ്രത്യേക ഫീഡർ ചാർജ് ചെയ്യുന്ന മുന്നോടിയായി അതിനാവശ്യമായ ക്രമീകരണങ്ങൾ BSNL ചെയ്തു കൊടുക്കേണ്ടത് അടിയന്തരമായി നിർവഹിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളായ ജോസ് കെ മാണി MPയോടും മോൻസ് ജോസഫ് MLAയോടും നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പറയുന്നുണ്ട്. BSNLന്റെ ജില്ലാതലത്തിലുള്ള ഉദ്യോഗസ്ഥനെ കണ്ട് ഇക്കാര്യങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഹർത്താലുമായി മുന്നോട്ട് വരുന്നതെന്ന് വ്യാപാരി വ്യവസായി ഭാരവാഹികൾ പറയുന്നു. കുറവിലങ്ങാട്ട് KSEBയുടെ വൈദ്യുതി സബ്സ്റ്റേഷൻ സ്ഥാപിച്ച് താമസിയാതെ തന്നെ 11 kV ലൈനിന്റെ പ്രത്യേക ഫീഡറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 2.5 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയാക്കുകയും ചെയ്തുവെങ്കിലും ഇത് സംബന്ധിച്ച് BSNL അധികൃതരുടെ വീഴ്ചയാണ് ലൈൻ ചാർജ് ചെയ്യാത്തിനിടയാക്കിയെന്ന് വ്യാപാരി വ്യവസായി ഭാരവാഹികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടോണി പെട്ടക്കാട്ട് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ 2-3 വർഷക്കാലത്ത് പ്രവലങ്ങാട്ട് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്നു വന്ന സമരത്തിന്റെ ഭാഗമായി കുറവലങ്ങാട്ട് ടൗൺ ഫീഡർ സ്ഥാപിക്കുകയും അത് സ്ഥാപിച്ചിട്ട് ഇന്ന് 2 വർഷത്തോളമായി. ഇനി അതിനുള്ള തടസ്സം, ചാർജ് ചെയ്യാനുള്ള തടസ്സം BSNLന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. അവരുടെ കുറച്ച് ലൈനുകൾ ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഇത് പണികൾ തീർത്ത് ഇതിനുള്ള പൈസ ഇലക്ട്രിസിറ്റി ബോർഡ് മുടക്കും. പക്ഷേ BSNLന് പാർട്സുകളില്ല എന്നുള്ള കാരണം പറഞ്ഞ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പണി ചാർജ് ചെയ്യാൻ സാധിക്കാതിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഈ ഓഗസ്റ്റ് മാസം 7-ാം തീയതി ഞങ്ങൾ കടകൾ അടച്ച് ഹർത്താൽ ആചരിക്കുകയും അന്ന് BSNL ഓഫീസ് ഉപരോധിക്കുകയും ചെയ്യുകയാണ്. അതിന് എല്ലാ വിഭാഗം കച്ചവടക്കാരുടെയും എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ MP, MLA മുതലായ എല്ലാ ആൾക്കാരെയും സമീപിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും BSNLന്റെ AGMനെ കോട്ടയത്ത് പോയി കാണുകയും അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും എല്ലാം ചെയ്തതിന്റെ പേരിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിന്റെ പേരിലാണ് ഇതുപോലെയൊരു സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.